ഈ ക്രിസ്ത്യാനികൾ തെസ്സലോനിക്കായിലെത്തിയപ്പോൾ തെസ്സലോനിക്കായിലുള്ള മനുഷ്യർ ഇവരെ നോക്കി വിളിച്ചെന്താണെന്നറിയോ? ഇതാ ലോകത്തെ തലകീഴ്മേൽ മറിച്ച മനുഷ്യർ ഇവിടെയും വന്നിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാ ലോകത്തെ തല കീഴ്മേൽ മറിച്ച മനുഷ്യര്, ലോകത്തെ തല കീഴ്മേൽ മറിച്ച മനുഷ്യര്. കാരണം എന്താ? നമ്മുടെ യേശുവിന്റെ ജനനത്തോടുകൂടി നമ്മുടെ ചരിത്രം ഈ കാലഘട്ടത്തെ രണ്ടായി കീറി മുറിച്ച് ചരിത്രത്തെ രണ്ടാക്കി മാറ്റി മറിച്ചവൻ, ലോകത്തിന്റെ ഉടയവൻ, ലോകത്തിന്റെ അധിപൻ, ലോകത്തിന്റെ രാജാവ്, ഈ സൃഷ്ട പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമ്മുടെ കർത്താവ് ആരാ? ലോകത്തെ സൃഷ്ടിച്ചവനാണെങ്കിൽ കർത്താവിന്റെ മക്കൾ ലോകത്തെ തല കീഴ്മേൽ മറിക്കാനുള്ളവരാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന കാലഘട്ടം. പ്രാർത്ഥനയില്ലാത്ത മക്കൾ, പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങള്, പള്ളിയോ കൗദാശിക ജീവിതമോ വേണ്ട, ഞങ്ങൾക്ക് ദൈവമേ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരുടെ എണ്ണം, നിരീശ്വരവാദികളും യുക്തിവാദികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്? സഭയിൽ പോലും ഈ വിധത്തിൽ പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന വൈദികര്, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന സന്യസ്തര്, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അൽമായര്, ലോകത്തെ തലകീഴ്മേൽ മറിച്ച മനുഷ്യരായ ക്രിസ്ത്യാനി ഇന്ന് അറിയപ്പെടുന്നത്, വിളിക്കപ്പെടുന്നത് ലോകത്തിൽ തല തിരിഞ്ഞു പോയ മനുഷ്യർ. ഈ ലോകത്ത് ഒരിടത്തത് വിട്ട്. അതുകൊണ്ട് സങ്കീർത്തനങ്ങളുടെ 84:10 പറയുന്നുണ്ട്, അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരു ദിവസമായിരിക്കുന്നത് എത്രയോ അധികമാണ്. അന്യ സ്ഥലത്ത്, നീ ലോകത്തിൽ ഏത് രാജ്യത്ത് പോയാലും, അയർലൻഡിൽ പോയാലും, UK പോയാലും, കാനഡയിൽ പോയാലും, ജർമ്മനിയിൽ പോയാലും, ഓസ്ട്രേലിയയിൽ പോയാലും, എവിടെ പോയാലും കർത്താവിന്റെ സന്നിധിയിൽ നീ ഒരു ദിവസം ഇരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഈ ലോകത്തൊരിടത്ത് നിന്ന് ഈ ലോകം മുഴുവൻ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നിനക്ക് കിട്ടിയാലും, നീ എവിടെയെല്ലാം പോയാലും, ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയാലും, കർത്താവിന്റെ സന്നിധിയിൽ വന്ന് മുട്ടുമടക്കി കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന സന്തോഷം, സമാധാനം, സ്വസ്ഥത, സ്നേഹം ഈ ലോകത്തിൽ ആർക്കും തരാൻ കഴിയുകയില്ല. പ്രവർത്തനങ്ങൾ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം. But you will receive the power when the Holy Spirit has come upon you, and you will be my witness in Jerusalem, Judah and Samaria and to the ends of the earth. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ. ഗ്ലോറി. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇപ്പോൾ നമ്മുടെ മേൽ നിറയപ്പെടുകയാണ് കേട്ടോ. അഭിഷേകത്തിന്റെ പെരുമഴ ഇവിടെ പെയ്തിറങ്ങാൻ വേണ്ടി പോവുക. പരിശുദ്ധാത്മാവിന്റെ തീ ഇവിടെ കത്തിപ്പടരുന്ന നിമിഷങ്ങളാണ്. പരിശുദ്ധാത്മാവാകുന്ന പ്രാവ് ഇവിടെ പാറി പറക്കാൻ വേണ്ടി പോവുക. യെസ്, ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ദാഹിക്കാം. പൊന്നു പരിശുദ്ധാത്മാവേ, ജീസസ് ഹോളി.
We welcome you. We praise you, Jesus. Lord, we will praise you. Oh, Lord, Jesus. Spirit of God, come down. Spirit of God, rain down. Spirit of God, come down. Spirit of God, rain down. Spirit of God, come into my heart. Spirit of God, rain down. Spirit of God, come into my heart. Spirit of God, rain down. Let your power follow me. Oh, Spirit of God, fall on me. Spirit, fall on me. Let your fire fall on me. Oh, Spirit of God, fall on me. Spirit, fall on me. I pray you rain down, rain down, rain down in my life. Rain down, rain down, rain down. Oh, rain down, rain down, rain down in my life. Rain down, rain down, rain down. Spirit of God, Spirit of God, rain down. Spirit of God, come into my heart. Spirit of God, rain down. Let your fire fall on me. Oh, Spirit of God, fall on me. Spirit, fall on me. Let your fire fall on me. Oh, Spirit of God, fall on me. Spirit, fall on me. I pray you rain down, rain down, rain down in my life. Rain down, rain down, rain down. Oh, rain down, rain down, rain down in my life. Rain down, rain down, rain down. Spirit of God, Spirit of God, hey, Spirit of God, Spirit of God, rain down. കൈയടിച്ചു പാടാം. He
pray you rain down, rain down, rain down in my life, rain down, rain down, rain down in my life, rain down, rain down, rain down in my life, rain down, rain down, rain down. Spirit of God, come down. Spirit of God, rain down. Spirit of God, come down. Spirit of God, rain down. അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിക്കട്ടെ. കൃപ ഇറങ്ങട്ടെ, തീ കത്തട്ടെ. ജീസസ് ഏലിയായിൽ നിറഞ്ഞവനെ, ഏലീശായിൽ കവിഞ്ഞവനെ, ഏലിയായിൽ നിറഞ്ഞവനെ, ഏലീശായിൽ കവിഞ്ഞവനെ, ഏലിയായിൽ നിറഞ്ഞവനെ, ഏലീശായിൽ കവിഞ്ഞവനെ, ഏലിയായിൽ നിറഞ്ഞവനെ, ഏലീശായിൽ കവിഞ്ഞവനെ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടനേ. 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 ദാനിയേലിൽ നിറഞ്ഞവനെ, ദാവീദിൽ കവിഞ്ഞവനെ, ദാനിയേലിൽ നിറഞ്ഞവനെ, ദാവീദിൽ കവിഞ്ഞവനെ, ദാനിയേലിൽ നിറഞ്ഞവനെ, ദാവീദിൽ കവിഞ്ഞവനെ. പരിശുദ്ധങ്ങളെ ജീസസ്. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം
അഭിഷേകം ചെയ്തിടണേ. ഫയർ പരിശുദ്ധമായ തീ കത്തട്ടെ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 നിങ്ങളിൽ നിറയണമേ. ശ്രീയന്മാർ നിറഞ്ഞവനെ കന്യാമറിയത്തിൽ കവിഞ്ഞവനെ. ശ്രീയന്മാർ നിറഞ്ഞവനെ കന്യാമറിയത്തിൽ കവിഞ്ഞവനെ. ശ്രീയന്മാർ നിറഞ്ഞവനെ കന്യാമറിയത്തിൽ കവിഞ്ഞവനെ. ശ്രീയന്മാർ നിറഞ്ഞവനെ കന്യാമറിയത്തിൽ കവിഞ്ഞവനെ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. അഗ്നിയിലഭിഷേകം ശക്തിയിലഭിഷേകം വിശുദ്ധിയിലഭിഷേകം ദാസരിലേഖനമേ. പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ആത്മാവേ Holy Spirit. അഗ്നിയിലഭിഷേകം ശക്തിയിലഭിഷേകം വിശുദ്ധിയിലഭിഷേകം ദാസരിലേഖനമേ. Holy Spirit. പരിശുദ്ധാത്മാവേ Jesus. Spirit of God, come down. Spirit of God, rain down. Spirit of God, come down. Spirit of God, rain down. Spirit of God, come into my heart. Spirit of God, rain down. Spirit of God, come into my heart. Spirit of God, rain down. Let your fire fall
യേശുവേ പരിശുദ്ധാത്മാവേ വീശുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിന്റെ മക്കളെ ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ, നിലനിൽപ്പിന്റെ വരം നൽകണമേ. ജീസസ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ Let your fire fall on me, oh Spirit of God, fall on me, Spirit fall on me. I pray you rain down, rain down, rain down in my life, rain down, rain down, rain down. പരിശുദ്ധാത്മാവിന്റെ പെരുമഴ സ്വർഗത്തിൽ നിന്ന് മഴ പോലെ പെയ്തിറങ്ങട്ടെ. ഓരോ മക്കളുടെയും ശിരസ് മുതൽ ഉള്ളംകാല് വരെ ആത്മാവിലും ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും ചിന്തയിലും വികാര വിചാരങ്ങളിലും യേശുവിന്റെ രക്തം ഒഴുകട്ടെ. പരിശുദ്ധാത്മാവിന്റെ പെരുമഴ ഇവിടെ മുഴുവൻ ഒഴുകി ഇറങ്ങട്ടെ. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള സകല മക്കളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പെരുമഴ, സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആത്മാവ് പെരുമഴ പോലെ പെയ്തിറങ്ങട്ടെ. I pray you rain down, rain down, rain down in my life, rain down, rain down, rain down. Spirit of God, come down. Spirit of God, rain down. Spirit of God, come into the heart. Spirit of God, rain down. അളവില്ലാതെ, oh glory, അളവില്ലാതെ ദൈവത്തിന്റെ ആത്മാവ്. Yes, Holy Spirit is coming. Holy Spirit is coming. Moving, move the Spirit. Holy Spirit. അളവില്ലാതെ, അധികമായ അളവിൽ, മുട്ടോളമല്ല, അരയോളം പോരാ, തോളോളം പോരാ, കഴുത്തോളം പോരാ, ശിരസ് കവിഞ്ഞ് നിറഞ്ഞ കവിഞ്ഞ നിന്റെ മേൽ ഒഴുകുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ നദിയിൽ നീന്തി കുടിക്കുന്ന വിധത്തില് പരിശുദ്ധാത്മാവിന്റെ പെരുമഴ അധികമായ അളവിൽ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത വിധത്തിൽ അധികമായ വിധം സ്വർഗത്തിലെ അപ്പൻ അവിടുത്തെ പ്രിയപുത്രനായ യേശു ക്രിസ്തു വഴിയായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇന്ന് ഈ സമൂഹത്തിന്റെ മേല് ആ കർത്താവ് നൽകിയ അളവില്ലാതെ നിറയണമേ യേശുവേ, അളവില്ലാതെ നിറയണമേ പൊന്നു കർത്താവേ. Yes, 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 fire is coming, fire is coming, fire is coming, fire, fire, fire. Zakaria. Holy Spirit, അളവില്ലാതെ ഒരു വ്യക്തി പോലും നിറയപ്പെടാതെ
ഇവിടെ നിന്ന് കർത്താവ് നിന്നെ വിടില്ല. ഒരാള് പോലും വെറുതെ പോകാൻ കർത്താവ് അനുവദിക്കില്ല. സ്വർഗത്തിൽ അപ്പൻ അനുവദിക്കില്ല. ഇവിടെ വന്ന സകല മക്കളും ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകലരും ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുന്ന സമയം, അടുക്കള മുതൽ അൾത്താര വരെയുള്ള സകല ശുശ്രൂഷകരും ദൈവത്തിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെടുന്ന സമയം. ഹോളി സ്പിരിറ്റ് ജീസസ്. അളവില്ലാതെ അധികമായി നിറയണമേ, അളവില്ലാതെ നിറയണമേ, അധികമായി നിറയണമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആത്മാവ് ശക്തമായ രീതിയിൽ നമ്മുടെ എല്ലാവരുടെ മേൽ നിറയപ്പെടുകയായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ മേൽ പൊതിഞ്ഞു. ഞാനിവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ഭയങ്കര AC യാണ്. അപ്പം ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഒന്ന് AC ഒന്ന് ഓഫ് ചെയ്തിരുന്നെങ്കിൽ. പക്ഷെ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ഭയങ്കര ചൂടായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നുന്നുണ്ടോ? യെസ്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. യെസ്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം. വചനം ഇപ്രകാരം പറയുന്നത്: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ബട്ട് യു വിൽ റിസീവ് ദ പവർ വെൻ ദ ഹോളി സ്പിരിറ്റ് has comes upon you, and you will be my witness in Jerusalem, Judah and Samaria and to the ends of the earth. നമ്മളിലൂടെ പ്രിയപ്പെട്ടവരെ കർത്താവിന് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്ത്യാനിയെ ആദ്യമായി വിളിച്ചിരുന്ന പേര്, ക്രിസ്ത്യാനികൾ അന്ത്യോക്യയിൽ വെച്ചാണ് അവരാദ്യമായിട്ട് ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെട്ടത്. ഈ ക്രിസ്ത്യാനികൾ തെസ്സലോനിക്കായിലെത്തിയപ്പോൾ തെസ്സലോനിക്കായിലുള്ള മനുഷ്യർ ഇവരെ നോക്കി വിളിച്ചെന്താണെന്നറിയോ? ഇതാ ലോകത്തെ തലകീഴ്മേൽ മറിച്ച മനുഷ്യർ ഇവിടെയും വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ലോകത്തെ തല കീഴ്മേൽ മറിച്ച മനുഷ്യർ, ലോകത്തെ തല കീഴ്മേൽ മറിച്ച മനുഷ്യർ. കാരണം എന്താ? നമ്മുടെ യേശുവിൻ്റെ ജനനത്തോടുകൂടി നമ്മുടെ ചരിത്രം, ഈ കാലഘട്ടത്തെ രണ്ടായി കീറി മുറിച്ച് ചരിത്രത്തെ രണ്ടാക്കി മാറ്റി മറിച്ചവൻ, ലോകത്തിൻ്റെ ഉടയവൻ, ലോകത്തിൻ്റെ അധിപൻ, ലോകത്തിൻ്റെ രാജാവ്, ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നമ്മുടെ കർത്താവ് ആരാ?
ലോകത്തെ സൃഷ്ടിച്ചവനാണെങ്കിൽ കർത്താവിൻ്റെ മക്കൾ ലോകത്തെ തലകീഴ്മേൽ മറിക്കാനുള്ളവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന കാലഘട്ടം. പ്രാർത്ഥനയില്ലാത്ത മക്കൾ, പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ, പള്ളിയോ കൗദാശിക ജീവിതമോ വേണ്ട, ഞങ്ങൾക്ക് ദൈവമേ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരുടെ എണ്ണം, നിരീശ്വരവാദികളും യുക്തിവാദികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്? സഭയിൽ പോലും ഈ വിധത്തിൽ പിശാച് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന വൈദികര്, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന സന്യസ്തര്, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അൽമായര്, ലോകത്തെ തലകീഴ്മേൽ മറിച്ച മനുഷ്യരായ ക്രിസ്ത്യാനി ഇന്ന് അറിയപ്പെടുന്നത്, വിളിക്കപ്പെടുന്നത് ലോകത്തിൽ തല തിരിഞ്ഞു പോയ മനുഷ്യരെന്നാണ്. എങ്ങനെയാണ് തലകീഴ്മേൽ മറിച്ച മനുഷ്യൻ തലതിരിഞ്ഞു പോയത്? അവൻ സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാതിരുന്നപ്പോൾ, അവൻ വരേണ്ടിടത്ത് വരാതിരുന്നപ്പോൾ, അവൻ ചോദിക്കേണ്ടത് ചോദിക്കാതെ ഇരുന്നപ്പോൾ, അവൻ ഈ ലോകത്തിൽ ഒന്നുമല്ലാതായി മാറി. കർത്താവിൻ്റെ മക്കൾ, ക്രിസ്ത്യാനികൾ ലോകത്തെ തലകീഴ്മേൽ മറിച്ച ചരിത്രമാണ് സഭയുടെ തുടക്കം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ ജീവിതം മുതൽ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ രക്തസാക്ഷികളുടെ ചുട് നീണത്തിന്മേൽ പണിയപ്പെട്ട സഭ എങ്ങനെയാണ് പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മൾ അകന്നുപോയത്? ഇവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലെ യൂദയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ. എന്താ പറയുന്നത് ആ വാക്ക്? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണം. പ്രൈസ് ദി ലോർഡ്. എസെക്കിയേൽ പ്രവാചകനെ കർത്താവിൻ്റെ ദൂതൻ വലിയൊരു ആത്മനദിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രവാചകൻ നടന്നു പോകുമ്പോൾ ആദ്യം വെള്ളം പാദത്തോളം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയും നടന്ന് മുമ്പോട്ട് പോയപ്പോൾ അത് മുട്ടോളം എത്തി. നമുക്കറിയാം, ഒരു കടലിൻ്റെ മുമ്പിൽ പോയി ഇരുന്നാൽ ആദ്യം തിര വന്ന് എവിടെ അടിക്കും? കാലിലടിക്കും. നമ്മൾ വീണ്ടും കുറച്ചുകൂടി മുമ്പോട്ട് കടന്നാൽ അത് മുട്ടോളം എത്തും. പിന്നെയും മുമ്പോട്ട് കടന്നാൽ പലരും പുറകിൽ നിന്ന് ഓടി വരും. പ്രൈസ്. കാരണം എന്താണ് പരിപാടിയെന്ന് അറിയാൻ പാടില്ല. എന്താണെങ്കിലും മുമ്പോട്ട് പോകും തോറും വെള്ളം കയറിക്കൊണ്ടേയിരിക്കും. പ്രൈസ്. പ്രവാചകൻ ആദ്യം വെള്ളത്തിൽ വന്ന് നിന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വലിയൊരു രഹസ്യം ദൈവത്തിൻ്റെ ആത്മാവ് ഈ മണിക്കൂറിൽ വെളിപ്പെടുത്താൻ വേണ്ടി പോവാണ്. സ്വർഗം വെളിപ്പെടുത്താൻ വേണ്ടി പോവാണ്. ബ്രദർ ഇതുവരെ പറയാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ബ്രദറിനോട് പറയാൻ വേണ്ടി സന്ദേശം തന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളുടെ സമയമാണ്. ദിസ് ഈസ് ദ ടൈം ഓഫ് മിറക്കിൾസ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോ? പ്രവാചകനെ കർത്താവ് കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ആ വെള്ളത്തിൽ അവൻ കാലെടുത്ത് വെച്ചപ്പോൾ, ഏത് വെള്ളം? ആത്മാവിൻ്റെ നദി, പരിശുദ്ധാത്മാവിൻ്റെ ജീവജലമാകുന്ന ആ നദിയിൽ എസെക്കിയേൽ പ്രവാചകൻ കാലെടുത്ത് വെച്ചപ്പോൾ അവൻ്റെ പാദം ആ വെള്ളത്തിൽ നനഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മുമ്പോട്ടവൻ പോയപ്പോൾ പാദത്തിൽ നിന്ന് വെള്ളം കയറി മുട്ടോളം എത്തി. അവിടെയും പ്രവാചകൻ നിന്നില്ല. പ്രവാചകന് ദൈവത്തിൻ്റെ ദൂതൻ മുമ്പോട്ട് വീണ്ടും കൊണ്ടുപോയപ്പോൾ മുട്ടിൽ നിന്നത് അരയോളം എത്തി. അവിടെയും പ്രവാചകൻ നിന്നില്ല. അവിടെ നിന്നും മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ മുട്ടിൽ നിന്നും അരയിൽ നിന്നും ആ വെള്ളം തോളോളം എത്തി. അവിടെയും നിന്നില്ല. മുമ്പോട്ട് പോയപ്പോൾ പാദത്തിൽ നിന്ന് മുട്ടിലേക്ക്, മുട്ടിൽ നിന്ന് അരയിലേക്കും, അരയിൽ നിന്ന് തോളിലേക്കും വന്ന വെള്ളം ഇപ്പോൾ ശിരസോളം എത്തി. വീണ്ടും മുമ്പോട്ട് പോയപ്പോൾ പ്രവാചകൻ മുഴുവനായി ആത്മനദിയിൽ മുങ്ങി. കൈയടിച്ചോ? ആ ആത്മനദിയിൽ മുങ്ങി. ഇപ്പോ അവന്റെ മേലാണ് പരിശുദ്ധാത്മാവ്. ആത്മനദി അവന്റെ മേലിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു വ്യക്തി കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ
ആദ്യം കാല് നനയുന്ന വിധത്തിൽ, പാദം മാത്രം നനയുന്ന വിധത്തിലായിരിക്കും നീ നിൽക്കുന്നത്. ചിലപ്പോൾ നിനക്ക് ആ നിൽപ്പ് ഇഷ്ടപ്പെടണമെന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നീ തന്നെ വിചാരിക്കും ഈ വെള്ളത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാം, വെറുതെ കാല് മെനക്കേടായി, എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഒരു പക്ഷേ നീ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, മുമ്പോട്ട് പോകും തോറും പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കടലിൻ്റെ തീരത്ത് നിന്ന് കടൽ കാണുന്നവരുടെ കാല് നനയില്ല, അവരുടെ മുട്ട് നനയില്ല, അവരുടെ ദേഹം നനയില്ല. എന്നാൽ കടലിൽ ഇറങ്ങുന്നവർ മാത്രമേ കടലിലെ വെള്ളത്താൽ നനയപ്പെടുകയുള്ളൂ. മുമ്പോട്ട് പോകും തോറും കടലിലെ വെള്ളം നമ്മുടെ മേൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥിക്കും തോറും നമ്മൾ നിറഞ്ഞുകൊണ്ടേയിരിക്കും. പാദത്തോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, തോളോളമല്ല, ശിരസോളമല്ല, നമ്മുടെ ജീവിതം മുഴുവൻ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതാണ് ഇവിടെ ഈ വചനം പറയുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ മേൽ വരണം. കുടത്തിനകത്താണ് എന്തിരിക്കുന്നത്? വെള്ളം ഇരിക്കുന്നത്. കുടത്തിനകത്തുള്ള വെള്ളം കുടത്തിന് പുറത്തു വരണമെങ്കിൽ, കുടത്തിന് മേൽ വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? കുടം നിറയണം. നിറഞ്ഞാൽ മാത്രം മതിയോ? ആ നിറയൽ അവിടെ താങ്ങാൻ പറ്റരുത്. അതായത് മുകളിൽ നിന്ന് കുടത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന വെള്ളം നിന്നാൽ കുടം നിറഞ്ഞു നിൽക്കും. എന്നാൽ മുകളിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വെള്ളം നിന്നില്ലെങ്കിൽ കുടം നിറയും. നിറഞ്ഞ വെള്ളം കുടത്തിന് മുകളിലൂടെ ഒഴുകും. ഇപ്പോൾ കുടത്തിനകത്തുള്ള വെള്ളം കുടത്തിന് മേൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നമ്മൾ ഇതുപോലെ വിളിച്ച് ദാഹത്തോടെ, വിശ്വാസത്തോടെ, ആഗ്രഹത്തോടെ, ആവേശത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് കയറി വരും. മൊബൈൽ ഫോൺ കുത്തിയിടുമ്പോൾ ആദ്യം 10%, അല്പം കഴിഞ്ഞ് നോക്കുമ്പോൾ 20, പിന്നെ 40, പിന്നെ 60, 80, 90, 95, പിന്നെ 100%. ഇതുപോലെ തന്നെയാണ് ആ ചാർജ്. നീ ഓഫ് ചെയ്താൽ, നീ എവിടെ ഓഫ് ചെയ്യുന്നോ അവിടെ ചാർജ് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. അവിടെ പിന്നെ ചാർജ് ചെയ്യപ്പെടില്ല നിൻ്റെ ഫോൺ. മാത്രമല്ല, അത് ചാർജിൽ നിന്ന് താഴേക്ക് പോന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രാർത്ഥന നിർത്തിക്കഴിയുമ്പോൾ പിന്നെ മുകളിൽ നിന്നുള്ള കോണ്ടാക്റ്റ്, സ്വർഗത്തിൽ നിന്നുള്ള കോണ്ടാക്റ്റ്, കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്ന് ആ വ്യക്തി വിട്ടുമാറുന്നു. ആ വ്യക്തി പിന്നെ ഉള്ളതിലും ഏറ്റവും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവസാനം ആ വ്യക്തിയുടെ ജീവിതം നാശത്തിലേക്ക് പോവുകയാണ്. അതാണ് കൂട്ടായ്മ വിട്ടു പോകുന്ന പലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതായത് ദൈവത്തെ വിട്ടുപോകുന്ന, ഞാൻ കണ്ടിട്ടുണ്ട് കൂട്ടായ്മയിൽ നിന്ന് പോകുന്ന വ്യക്തികൾ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ അവരുടെ രൂപം ലോകത്തിൻ്റെ രൂപമായിരിക്കാം. പക്ഷേ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ അവരുടെ മുഖമൊക്കെ മാറും. ഞാൻ ആദ്യമേ പറഞ്ഞു അല്ലേ, കളറ് മാറും. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവരുടെ മുഖം ഒരു പ്രത്യേക ഗ്രേസാണ്, ദൈവിക തേജസ് കൊണ്ട് അവരുടെ മുഖം ജ്വലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇതാ സംഭവിക്കണേ. നമ്മൾ എന്ത് ചെയ്തു? ചാർജ് ഓഫ് ചെയ്തു. എന്നിട്ട് മൊബൈൽ കൈ പിടിച്ചിരിക്കുക. കയറുമോ ചാർജ്? ഇല്ല, കയറില്ലെന്ന് മാത്രമല്ല ആ സമയത്തുള്ള ചാർജ് പോലും ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് കർത്താവിനെ വിട്ട് നമ്മൾ പോകുമ്പോൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഒറ്റ കാര്യമേ പറയാറുള്ളൂ: മരണം വരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ മരണം വരെ, എൻ്റെ അവസാന ശ്വാസം വരെ എനിക്കെൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ ജീവിതം എത്ര ആനന്ദമാണ്, എത്ര സന്തോഷമാണ്, എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ് ഈ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നത്.
ഈ ലോകത്തൊരിടത്തത് കിട്ടില്ല. അതുകൊണ്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 84:10 പറയുന്നുണ്ട്, അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ദിവസമായിരിക്കുന്നത് എത്രയോ അഭികാമ്യമാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, അന്യസ്ഥലത്ത് നീ ലോകത്തിൽ ഏത് രാജ്യത്ത് പോയാലും, അയർലൻഡിൽ പോയാലും, UK പോയാലും, കാനഡയിൽ പോയാലും, ജർമ്മനിയിൽ പോയാലും, ഓസ്ട്രേലിയയിൽ പോയാലും, എവിടെ പോയാലും കർത്താവിൻ്റെ സന്നിധിയിൽ നീ ഒരു ദിവസം ഇരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഈ ലോകത്തൊരിടത്ത് നിന്ന് ഈ ലോകം മുഴുവൻ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നിനക്ക് കിട്ടിയാലും, നീ എവിടെയെല്ലാം പോയാലും, ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയാലും, കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് മുട്ടുമടക്കി കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന സന്തോഷം, സമാധാനം, സ്വസ്ഥത, സ്നേഹം ഈ ലോകത്തിൽ ആർക്കും തരാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്.